മരച്ചീനിയുടെ ചരിത്രം ഭാഗം 2. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ കെടുതികളിൽ പഴയ തലമുറക്കാർ അതേ പ്രാധാന്യത്തോടെ തന്നെ ഓർക്കുന്നതാണ് അക്കാലത്ത് ആശങ്ക ഉണർത്തിയ ഭക്ഷ്യക്ഷാമം. ജപ്പാന്റെ അധീനതയിലായതിനാൽ അന്ന് സർമയിൽ നിന്ന്, സർമ എന്നാൽ ഇന്നത്തെ മ്യാൻമാർ, അവിടെ നിന്നും കേരളത്തിലേക്ക് അരി ഇറക്കുമതി ചെയ്തിരുന്നത് പൊടുന്നനെ നിർത്തലാക്കി. ഫലത്തിൽ ഇത് ഭക്ഷ്യക്ഷാമത്തിലേക്കാണ് വഴിതെളിച്ചത്. അരിയുടെ വരവ് നിലച്ചത് ജനങ്ങളെ ഭീതിയിലാക്കി. ഇവിടെ ജനജീവിതത്തിന്റെ രക്ഷയ്ക്കെത്തിയത് ദീർഘദർശിയായിരുന്ന വിശാഖം തിരുനാൾ തന്റെ ജന്മനാട്ടിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ പുതുവിളയായ മരച്ചീനിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് മരച്ചീനിയുടെ ഉപയോഗവും കൃഷിയും ഉത്സാഹപൂർവം പ്രചരിപ്പിക്കുകയായിരുന്നു എന്നത് ചരിത്രം. കേരളത്തിന്റെ കാർഷിക പെരുമ എക്കാലവും മറുനാടുകളിൽ പോലും പ്രസിദ്ധമായിരുന്നല്ലോ. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ രേഖകളിലും അരിക്ക് പകരമുള്ള ഒരു ബദൽ എന്ന സ്ഥാനം എക്കാലവും മരച്ചീനിക്കുണ്ടായിരുന്നു. ആ കാലത്ത് പ്രസിദ്ധീകരിച്ച സംഘടനയുടെ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു: അരിയുടെ ഉത്പാദനവും ഉപഭോഗവും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ മരച്ചീനിയുടെ ഉത്പാദനം വർദ്ധിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് വനപ്രദേശങ്ങളിൽ നടത്തിയിരുന്ന മരച്ചീനി കൃഷിയിൽ നിന്ന് ലഭിച്ച ബമ്പർ വിളവ് ഇതിന്റെ കൃഷി പുതുതായി തെളിച്ച വനമേഖലകളിലേക്ക് വ്യാപിക്കാൻ പ്രേരകമായി. സാധാരണക്കാരുടെ മുഖ്യ ആഹാരം എന്ന പദവി ഉണ്ടായിരുന്നതിനാൽ അക്കാലത്ത് മരച്ചീനിയെ സർവ്വവിധ നികുതികളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇതും കൃഷി വ്യാപിപ്പിക്കാനും ഉപയോഗം വർദ്ധിപ്പിക്കാനും ഇടയാക്കി എന്ന് തന്നെ പറയാം. 1988 ശ്രീ KV ജോസഫ് രചിച്ച മൈഗ്രേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് കേരള എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കൂടുതൽ മികച്ച ലാഭം കിട്ടുന്ന റബ്ബർ, കശുമാവ്, തെങ്ങ്, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളുടെ കടന്നുവരവോടുകൂടി മരച്ചീനി കൃഷിക്ക് അല്പം മങ്ങലേൽക്കാൻ തുടങ്ങി. മരച്ചീനി കൃഷിക്ക് അനുയോജ്യമായിരുന്ന സ്ഥലങ്ങളിൽ അധികവും നാണ്യവിളകൾ കൈയടക്കി. വാസ്തവത്തിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന കാലത്ത് തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷിയുടെ അവസ്ഥ അത്ര കണ്ട് ശോഭനമായിരുന്നില്ല. ഈ ക്ഷീണാവസ്ഥ നിലനിൽക്കെ തന്നെ ഒരു ഭാഗത്ത് തിരുവിതാംകൂറിന് പുറത്തേക്ക് മരച്ചീനി മാവും സ്റ്റാർച്ചും നിരന്തരം കയറ്റി അയച്ചുകൊണ്ടേയിരുന്നു. ഇത്തരത്തിൽ ഉത്പാദിപ്പിക്കുന്ന മരച്ചീനിയുടെ സിംഹവിഭാഗവും ഭക്ഷണത്തിന് ലഭിക്കാതെ മാവും സ്റ്റാർച്ചുമാക്കാൻ ഉപയോഗിച്ചിരുന്നതിനാൽ സമൂഹത്തിലെ നിർധനർക്ക് പലപ്പോഴും കൈക്കൊതുങ്ങുന്ന വിലയ്ക്ക് മരച്ചീനി വാങ്ങാൻ കഴിയുമായിരുന്നില്ല. ഈ സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് തിരുവിതാംകൂർ സർക്കാർ മരച്ചീനിയുടെ സ്റ്റോക്ക് ഒരു നിശ്ചിത കാലത്തേക്കെങ്കിലും നിലനിർത്താനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത്. അങ്ങനെയാണ് എക്സൈസ് കമ്മീഷണറുടെ അനുമതിയില്ലാതെ മരച്ചീനി തിരുവിതാംകൂറിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്ന ഉത്തരവ് പുറത്തിറങ്ങുന്നത്. 1943 ഒരു മരച്ചീനി നിയന്ത്രണ ഉത്തരവ് തന്നെ ടപ്പിയോക്ക കൺട്രോൾ ഓർഡർ എന്ന പേരിൽ പുറത്തിറങ്ങി. ഇതനുസരിച്ച് മരച്ചീനിയുടെ ക്രയവിക്രയങ്ങളും സംഭരണവും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതുമെല്ലാം പൂർണ്ണമായും നിയമവിധേയമായി ക്രമീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഉത്തരവ് കർഷകർക്കിടയിൽ ആശങ്ക ഉളവാക്കുന്നതായും ഇതിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും തിരുവിതാംകൂറിലെ ശ്രീമൂലം നിയമസഭയിൽ ചർച്ചയുണ്ടായി. ഏതാണ്ട് ഇതേ സമയത്താണ് കൌൺസിലിന്റെ അധ്യക്ഷനായിരുന്ന CP രാമസ്വാമി അയ്യർ അന്നത്തെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലിനോട് തിരുവിതാംകൂർ സന്ദർശിക്കാനും മരച്ചീനിയോടൊപ്പം മീനും കൂടെ ചേർക്കുന്ന ഒരു ഭക്ഷ്യ സമ്പ്രദായത്തിന്റെ സാധ്യത ആരായാനും നിർദ്ദേശിച്ചത്. തിരുവിതാംകൂർ ജനതയുടെ കരുത്തും വീര്യവും നിലനിർത്താൻ മരച്ചീനിയോടൊപ്പം മീൻ പോലെ എന്തെങ്കിലും ഒരു അനുബന്ധം കൂടെ ചേർക്കേണ്ടതിന്റെ ആവശ്യവും അദ്ദേഹം അന്ന് നിയമസഭയിൽ പ്രസ്താവിച്ചിരുന്നു. ഇത്തരത്തിൽ പ്രജാവത്സലനായ ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണത്തിന് ഉത്തമ ദൃഷ്ടാന്തമായാണ് മരച്ചീനിയുടെ വരവും വ്യാപനവും എല്ലാം ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളീയരുടെ ഇഷ്ടവിഭവമായ കപ്പ ഒരു കുടിയേറ്റക്കാരനായിരുന്നു എന്ന സത്യം നിങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നുവെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക.